കേരള കൗമുദിയുടെ ഓൺലൈൻ പോർട്ടലിൽ ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ആ ന്യൂസ് ഞാൻ വിചാരിക്കുന്നത് കെ സുധാകരൻ പറഞ്ഞിട്ടായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ വൃത്തങ്ങൾ പറഞ്ഞിട്ട് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. ആ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കെ സുധാകരൻ പുതിയ പാർട്ടി രൂപീകരിച്ചേക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ പാർട്ടി ഒന്നും രൂപീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പ്രധാനപ്പെട്ട നേരത്തെ തരാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. പാർട്ടി ഒന്നും രൂപീകരിക്കാനല്ല, പക്ഷെ കടുത്ത സമ്മർദ്ദവും അതുപോലെ ചില സീറ്റുകളിൽ ഇത് തോൽപ്പിക്കാനുള്ള പണിയും ഒക്കെ അവരെടുക്കും എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമായിട്ടാണ് ഞാൻ ഇത് കണ്ടേക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം KC വേണുഗോപാലും VD സതീശനും ഒക്കെ കൂടി സീറ്റുകൾ പങ്കുവെച്ചെടുത്തപ്പോൾ അതിൽ കെ സുധാകരന്റെ അനുയായികൾക്ക് ആർക്കും തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിൽ തന്നെ ഈ പറയുന്ന ഇദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു വാചകം, ഈ ഖാദർ പുറത്തു നിന്ന് പറഞ്ഞേക്കുന്ന വാചകം ഇദ്ദേഹത്തെ ആകെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത് സണ്ണി ജോസഫ് ആണെന്നാണ്. സണ്ണി ജോസഫ് സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഇല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ എഴുതിയേക്കുന്ന 2 ലെറ്ററുകൾ പുറത്തു വന്നുണ്ട്. ആ ലെറ്ററുകൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് VD സതീശൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കെ സുധാകരൻ പറഞ്ഞേക്കുന്നത് ആ ലെറ്റർ ശരിയായിരിക്കും എന്നുള്ളതാണ്. കാരണം VD സതീശന് കള്ളം മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യമാണോ?